ഹായ് ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബ്ലൂബെറി കേക്കാണ്. ഭയങ്കര സിമ്പിളായിട്ടുള്ള കേക്കാണ്. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ആണ് ഇത്ര കേട്ടോ. അപ്പം ഇത് 125 ഗ്രാം ഷുഗർ, പഞ്ചസാര, ഇത് 2 മുട്ട മൊത്തത്തിൽ, മുട്ടയുടെ ഉണ്ണിയും വെള്ളയും, ഇത് 125 ഗ്രാം മറ്റേ നമ്മുടെ കേക്ക് ഉണ്ടാക്കണ പൊടി, ഇതിന് ഓൾ പർപ്പസ് ഫ്ലോർ എന്ന് പറഞ്ഞ നാട്ടിൽ കിട്ടുമായിരിക്കും അത്. പിന്നെ കുറച്ച് നമ്മുടെ ആൽമണ്ട്, ഇങ്ങനെ ഇത് ആൽമണ്ട് ചീന്തി കുറച്ച് ഡ്രൈഡ് ആയിട്ടുള്ള സംഭവമാണ്, അതിവിടെ വാങ്ങിക്കാൻ കിട്ടും. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, ഇതൊരു ഡെക്കറേഷന് വേണ്ടിയാണ്. പിന്നെ നമ്മുടെ ബ്ലൂബെറി കേക്കിന് വേണ്ട കുറച്ച് ബ്ലൂബെറി, ഒരു 50 ഗ്രാം ബ്ലൂബെറി മതിയാവും. ഇത് 125 ഗ്രാം ഉണ്ട്, പക്ഷെ ഞാനത് മൊത്തം ഇടാൻ പോകുന്നില്ല. പിന്നെ കുറച്ച് വാനില എസൻസ്, പിന്നെ ഒരു നുള്ളു ഉപ്പ്. ഞാനിവിടെ ഒരു ചെറുപഴം എടുത്തിട്ടുണ്ട്. ഇത് സത്യത്തിൽ ഈ റെസിപ്പിയിൽ ഈ ചെറുപഴത്തിൻ്റെ ആവശ്യമില്ല, പക്ഷെ ഞാൻ വിചാരിച്ചു ജസ്റ്റ് നമുക്കൊരു ബനാനയുടെ ഒരു ടേസ്റ്റിന് വേണ്ടി, എന്താവുമെന്ന് അറിയില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുപഴം വേണ്ടാന്ന് വയ്ക്കാം. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മുടെ കേക്കിന് വേണ്ട സാധനങ്ങൾ. ഇനി നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മുട്ടയും പഞ്ചസാരയും നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ബീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബീറ്റ് ചെയ്യാം. ഞാൻ ഇത് ചെയ്തതിന് ശേഷം ഞാൻ ബീറ്റ് ചെയ്തെടുക്കും. ഇതൊന്ന് മിക്സ് ആയതിന് ശേഷം ഞാൻ ബീറ്റ് ചെയ്തെടുക്കും. നല്ലപോലെ നമ്മുടെ പഞ്ചസാര ഇട്ട് കൊടുക്കാം. അത് പഞ്ചസാര ഇടുമ്പോൾ ഒന്ന് പയ്യെ ഇട്ട് കൊടുക്കണം. അതായത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കലങ്ങി വീഴാൻ പാകത്തിന് ഒന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഒരുമിച്ച് ഒറ്റയടിക്ക് ഇട്ട് ഇതാക്കരുത്. ഒന്ന് ഇളക്കി കൊടുത്ത് അതൊന്ന് അലിയിച്ച് ഇട്ട് കൊടുക്കാം. ഓക്കെ, കേക്ക് ഉണ്ടാക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനകത്തെ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാണ്ടിറ്റിയാണ്. അത് കറക്റ്റ് അളവിലെടുക്കുക. കാരണം ഞാൻ പണ്ട് കേക്ക് ഉണ്ടാക്കിയത്, എനിക്ക് കേക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ലായിരുന്നു. അപ്പം ഞാൻ ചിലപ്പോൾ പറയണതിൻ്റെ കുറച്ച് കൂടുതലെടുക്കും, കുറച്ച് കുറവെടുക്കും. അപ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ കേക്ക് അതുപോലെ തന്നെ ഒരവസ്ഥയിലിരിക്കും. കേക്കായിരിക്കില്ല, അത് വല്ല കല്ല് പോലെയോ എന്തെങ്കിലുമൊക്കെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ട് കറക്റ്റ് ക്വാണ്ടിറ്റി എടുക്കാം കേക്ക് ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ്. സോ ഞാൻ മുട്ടയും ഷുഗറും നല്ലപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു കാര്യം പറയാൻ മറന്നുപോയേ, നമുക്കൊരു 100 ഗ്രാം ബട്ടർ ഇങ്ങനെ ഉരുക്കിയ രീതിയിൽ വേണം. ഇത് കത്തിപ്പോകരുത്. നമ്മളൊരു സോസ് പാനിലിട്ടിട്ട് ബട്ടർ ഉരുക്കിയെടുക്കുക. 100 ഗ്രാം ബട്ടറാട്ടോ വേണ്ടത്. ഓക്കെ, ഇനി ഇത് മുട്ടയും പഞ്ചസാരയും കൂടി അടിച്ച് നല്ലോണം ബീറ്റ് ചെയ്ത് വെച്ചതാണ്. എന്നിട്ട് ഇതിനകത്തോട്ട് നമുക്ക് കുറേശ്ശെ നമ്മുടെ മറ്റേ ഈ ഓൾ പർപ്പസ് പൊടി ഉണ്ടല്ലോ, കേക്ക് ഉണ്ടാക്കുന്ന പൊടി, അത് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഇത് ഇട്ട് കൊടുത്ത് വേണം ഇതിങ്ങനെ പയ്യെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് അങ്ങനെ കുറേശ്ശെ ആയിട്ട് വേണം ഇത് ചെയ്തെടുക്കാനായിട്ട്. ഇത് ഞാൻ വീണ്ടും ബീറ്റ് ചെയ്യുന്നതാണ് അത് വെച്ചിട്ട്. ഇത് പക്ഷേ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടി ഞാനൊന്ന് ഇങ്ങനെ കുറച്ച് ഇട്ട് ഇത് യോജിപ്പിച്ചെടുക്കണം. ഇതാണ് നമ്മുടെ മുട്ടയും പഞ്ചസാരയും നമ്മുടെ ഓൾ പർപ്പസ് ഫ്ലോറും കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഇതാണിത്. ഇത് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും ഉണ്ടാവുക. ഇനി അതിനകത്തോട്ട് നമുക്ക് ഒരു നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഒരു നുള്ള് ഉപ്പേ ഉള്ളൂ, അതിട്ട് കൊടുക്കാം. എന്നിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്യാം. അതിന് ശേഷം നമ്മുടെ വാനില എസൻസ്, അത് ഒരു എന്താ പറയുക, 1 ടീസ്പൂൺ എങ്ങാനും ഒഴിച്ച് കൊടുക്കാം. അപ്പം നമുക്ക് കുറച്ച് വാനില എസൻസ് ഒഴിച്ച് കൊടുക്കാം. ഇത് നല്ല കട്ടിയിലിരിക്കണതാണ്. ഓക്കെ, അതിനുശേഷം നമ്മൾ എടുത്ത പഴം ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കാം. ഇത് നിർബന്ധമല്ല കേട്ടോ, ഇത് എൻ്റെ ഒരു ആശ്വാസത്തിന് വേണ്ടിയാണ് ഞാനിത് ഇട്ട് കൊടുക്കുന്നത്. ചിലപ്പോൾ ഇത് കൊളാവുകയും ചെയ്യും, പക്ഷെ ഞാൻ കുറച്ച് പഴം ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ല രീതിയിൽ ഇത് വെച്ച് തന്നെ, ഈ ഇളക്കണം ഇത് വെച്ച് തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം. ഈ പഴവും വാനില എസൻസും ഇട്ടതിന് ഇപ്പോൾ ഒരു നല്ല മണമൊക്കെ വരുന്നുണ്ട്. പഴത്തിൻ്റെ വാനിലയുടെ മണമാണ്
രണ്ട് നല്ല മണം ഇഷ്ടമുള്ളവർക്ക്. ഇതിന് ശേഷം നമ്മൾ ഉരുക്കിയല്ല മെൽറ്റ് ചെയ്ത് വെച്ചിരുന്ന ആ ബട്ടർ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിനെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ആദ്യം ഇത് വെച്ച് ഞാനൊന്ന് മിക്സ് ചെയ്യാം. ഇത് വെച്ച് ഈ തവി വെച്ച് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത്രയ്ക്ക് മിക്സ് ആവില്ല. നമ്മൾ എന്തായാലും ഇത് ബീറ്റർ വെച്ചിട്ട് മിക്സർ വെച്ചിട്ട് മിക്സ് ചെയ്തെടുക്കണം. സോ ഞാനിവിടെ ജസ്റ്റ് ആദ്യത്തെ ഒരു ഇതാക്കാം. എന്നിട്ട് മറ്റേ ബീറ്റർ വെച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബാറ്റർ നല്ലപോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഒരു കേക്ക് ഉണ്ടാക്കണ പാത്രത്തിലേക്ക് മാറ്റാം. ഞാനിത് ഒരു 20 സെൻറ്റിമീറ്റർ ഡയമീറ്ററുള്ള പാത്രമാണെന്ന് തോന്നുന്നു. ഇത് ഇത്ര വലുതായിരിക്കും. എൻ്റെ കയ്യിൽ ഉള്ളത് ഇതാണ്. അതെടുത്ത് അതിനകത്ത് ഞാൻ ബട്ടർ പേപ്പർ വെച്ചു. ഇനി അതിനകത്ത് കുറച്ച് ബട്ടർ തേച്ച് കൊടുക്കാം. അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ നേരത്തെ 100 ഗ്രാം ബട്ടർ ഉരുക്കിയ പാത്രം ഉണ്ടല്ലോ, അതിനകത്ത് ഓൾറെഡി കുറച്ച് ബട്ടറുണ്ട്. അപ്പം ഞാൻ അതിനകത്ത് നിന്ന് എടുത്തിട്ട് ഇതിനകത്ത് ബട്ടർ തേച്ച് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. കാരണം ഇവിടെ തണുപ്പായതുകൊണ്ട് ഈ ബട്ടറൊക്കെ ഒരുമാതിരി കല്ല് പോലെ ഇരിക്കും. അപ്പോൾ അത്ര എളുപ്പമല്ല ഇതാക്കാനായിട്ട്. അപ്പോൾ ഓൾറെഡി നമ്മളിത് ചെയ്ത് വെച്ചേക്കണ കാരണം ഞാനത് തേച്ച് കൊടുക്കണമെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ബട്ടർ ഉരുക്കി തേച്ച് കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഒരു വിദ്യ എന്താണെന്ന് വെച്ചാൽ നമ്മളെന്താണെന്ന് വെച്ചാൽ ഓക്കെ, ഇത് ഓവൻ പ്രീ ഹീറ്റ് ചെയ്യണേ 175 സെൻറ്റിമീറ്ററിൽ. അപ്പോൾ നമ്മൾ ഈ പ്രീ ഹീറ്റ് ചെയ്ത് ഓവൻ ഓൾറെഡി ചൂടായിരിക്കും. അപ്പോൾ ഈ പാത്രം ഒരു 2 മിനിറ്റ് പോലും ഓവനിൽ വെക്കേണ്ട. അങ്ങനെ വെച്ച് ഒരു ചെറിയ കഷ്ണം ബട്ടർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അതങ്ങ് മെൽറ്റ് ആയിക്കോളും. എന്നിട്ട് അതങ്ങ് എടുത്ത് കൈ കൊള്ളാണ്ട് നോക്കണം, എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പം നമ്മുടെ പാത്രത്തിൽ അത്യാവശ്യം ബട്ടർ തേച്ച് പിടിപ്പിച്ചു. കൂടാണ്ട് നമ്മുടെ ഈ ബട്ടർ ഉരുക്കിയ പാത്രത്തിൽ ബട്ടർ ഉണ്ടാകുന്നത് അത് വേസ്റ്റ് ആവത്തുമില്ല. അങ്ങനെ ഉള്ള പാത്രത്തിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കണ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഞാനപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇതിനകത്തോട്ട് ഒഴിച്ചു, ഈ പാത്രത്തിൽ ഒഴിച്ചു. എന്നിട്ട് ഇതിനൊന്ന് ഒരു എല്ലാ വശത്തേക്കും ഒന്ന് പരത്തി കൊടുത്തു. കാരണം അത് തന്നെ പരന്നു പോണ ഒരു കൺസിസ്റ്റൻസി അല്ല. അപ്പോൾ അതൊന്ന് പരത്തി കൊടുത്തു. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ തട്ടി കൊടുക്കുക. അപ്പോൾ എന്തെങ്കിലും എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് പോകും. അപ്പോൾ അത് നമ്മൾ ചെയ്തു വെച്ചു. ഇനി നമുക്ക് വേണ്ടത്, നമ്മുടെ കേക്കിൻ്റെ പേര് തന്നെ ബ്ലൂബെറി കേക്ക് എന്നാണ്. നമ്മുടെ ബ്ലൂബെറീസ് ഞാനിവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ജസ്റ്റ് നമ്മുടെ കിച്ചൺ ടിഷ്യൂ വെച്ചിട്ട് കഴുകി കഴിഞ്ഞിട്ട് ഒന്ന് അതിൻ്റെ ഇങ്ങനെ ഒത്തിരിയുള്ള വെള്ളം ഒന്ന് ഒപ്പിക്കളയാം. അങ്ങനെ ഞാൻ വെച്ചേക്കണ ബ്ലൂബെറീസാണിത്. അപ്പം അങ്ങനെ കഴുകി ഒന്ന് ജസ്റ്റ് ഒന്ന് പാട്രൈ ചെയ്ത് വെച്ചേക്കണ ബ്ലൂബെറിയുടെ പുറത്തേക്ക് നമ്മുടെ കേക്ക് ഉണ്ടാക്കുന്ന മറ്റേ ഓൾ പർപ്പസ് ഫ്ലോർ ഉണ്ടല്ലോ, അത് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം. ഇതെന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ബ്ലൂബെറീസ് നമ്മൾ ഈ കേക്ക് ഉണ്ടാക്കണ ഡഫിൻ്റെ ഇതിൻ്റെ മീതെ ഇടും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ താന്ന് പോകാണ്ടിരിക്കാൻ, അത് മേലെ തന്നെ നിൽക്കാനായിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് ആ പൊടിയിൽ ഒന്ന് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ഒന്ന് പെരളാൻ പാകത്തിന് ഒന്നാക്കിയെടുക്കുക ബ്ലൂബെറീസിനെ. അപ്പോൾ ഇത്രയും മതി. ഇങ്ങനെ ആക്കിയെടുത്തു. ഇനി നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ പുറത്തോട്ട് ഈ ബ്ലൂബെറീസ് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് അത് ഈവൻലി ഇട്ട് കൊടുക്കാം. ഒരു സ്ഥലത്ത് മാത്രമായിട്ട് നിൽക്കാണ്ട് ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പം ഞാൻ ആ കേക്കിൻ്റെ പുറത്തേക്ക് ബ്ലൂബെറി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ആകെ നമ്മുടെ കയ്യിലുള്ള ഒരു സാധനം ഇടാണ്ടിരിക്കുന്നത് ഈ ആൽമണ്ട് നുറുക്കിയതാണ്. അതിനകത്തോട്ട് ഞാനൊരു ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാം. ഇതിനകത്ത് ഒട്ടിപ്പിടിക്കൊന്നുമില്ല, ഇത് ഉണങ്ങിയതാണല്ലോ. എന്നിട്ട് ഈ ആൽമണ്ടിൻ്റെ ഡ്രൈ ആയിട്ടുള്ളത് ഇതിൻ്റെ പുറത്തേക്ക്, ഈ കേക്കിൻ്റെ പുറത്തേക്ക് തൂക്കുക. ജസ്റ്റ് ഇട്ട് കൊടുക്കാം. സോ നമ്മുടെ ഓവനിൽ വെക്കാനുള്ള ബേക്ക് ചെയ്യാനുള്ള കേക്കിൻ്റെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓവനിൽ വെച്ച് ബേക്ക് ചെയ്യാം. ഓവൻ നമ്മൾ
175 ഡിഗ്രിയിലാണ് ചൂടാക്കേണ്ടത്. പ്രീ ഹീറ്റ് ചെയ്യണം. നമ്മൾ ഇത് ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ തന്നെ, ബാറ്റർ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ഓവൻ 175 ഡിഗ്രിയിൽ വെക്കാം. അപ്പോൾ നമ്മളിത് വെക്കുമ്പോഴത്തേക്കും അത് ഓൾറെഡി ചൂടായിട്ടുണ്ടാവും. ഇനി നമുക്ക് ഇത് ഓവനിൽ വെച്ച് ഒരു 30 to 40 മിനിറ്റ് വരെ ബേക്ക് ചെയ്തെടുക്കാം. സോ നമ്മുടെ കേക്ക് ഞാൻ ഒരു 35 മിനിറ്റ് ആയപ്പോൾ ഓവനിൽ നിന്ന് പുറത്തെടുത്തു. ഇനി നമുക്കത് ആയോ എന്ന് നോക്കാം, കേക്ക് റെഡി ആയോ എന്ന്. അതിനു വേണ്ടി ഞാനിപ്പോൾ എടുത്തേക്കണ ഒരു ടൂത്ത് പിക്കാണ്. നമുക്ക് വേണമെങ്കിൽ ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു സ്റ്റീലിൻ്റെ കത്തി എന്തെങ്കിലും എടുത്ത് നോക്കാം. എന്നിട്ട് ഇതൊന്ന് കുത്തി നോക്കാം. ഇതിപ്പോൾ ഞാൻ ബ്ലൂബെറി കുത്തിയ കാരണമാണ് ഇത് ചുമന്നിരിക്കണം. കുത്തി നോക്കുമ്പോൾ നമുക്ക് അതിൽ നമ്മുടെ ബാറ്റർ വന്നില്ല എങ്കിൽ, അതായത് ഇത് നല്ല പ്ലെയിൻ ആയിട്ടാണ്, പ്ലെയിൻ മീൻസ് ഇത് നനഞ്ഞല്ല ഇരിക്കണതെങ്കിൽ കേക്ക് കുക്കായെന്നാണ് അർത്ഥം. ഇതിപ്പോൾ ഞാൻ ബ്ലൂബെറി കുത്തിയ കാരണമാണ് ഇങ്ങനെ ഇരിക്കുന്നത്, ഈ കളർ പിടിച്ചത്. അല്ലെങ്കിൽ ഓൾമോസ്റ്റ് അല്ല, കേക്ക് റെഡി ആയിട്ടുണ്ട്. സോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. ഭയങ്കര ഈസി ആയിട്ടുള്ളൊരു കേക്കാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.